ഹായ് ഡിയേഴ്സ്, അനഗമിസ് ആണ്. മക്കളെ, നമ്മുടെ റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്താലോ? എന്താണ് നമ്മുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ? എന്താണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. 1984 ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. എവിടേക്കാണ്? ഗോൾഡൻ ടെമ്പിളിലേക്ക് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. എന്തിനാ നടത്തിയെന്ന് വെച്ചാൽ മക്കളെ, ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ്? നമ്മുടെ അമൃത്സറിലാണ് അല്ലേ ഉള്ളത്. പഞ്ചാബിൽ അമൃത്സറിലാണ് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റുക. അവിടെ ഒരുപാട് തീവ്രവാദികൾ കടന്നുകൂടുകയും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തോളം പഞ്ചാബിൽ ഉണ്ടായത്. സൈക്കിൾ ഓഫ് വയലൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തത് എവിടെയാണ്? റിലീജിയസ് സെന്റിമെന്റ്സ് ഒക്കെ അടങ്ങുന്ന ഈ ഒരു ഗോൾഡൻ ടെമ്പിളിലാണ്. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടി ആര് തീരുമാനിക്കുന്നു? നമ്മുടെ ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഈ ഒരു ഓർഡർ കൊടുക്കുന്നത്. ഇവിടുത്തെ മിലിറ്റൻസിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അവിടെയുള്ള ആളുകളൊക്കെ, അതായത് ഈ അപകടം നടത്തുന്ന കലാപത്തിന് കാരണമായ ആളുകളെയും ആയുധങ്ങളെയും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി. പക്ഷേ ഇന്ത്യൻ മിലിറ്ററി ഗോൾഡൻ ടെമ്പിളിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് അത് സിഖുകാര് അവരെന്താണ്, അവരുടെ ദേവാലയമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ കലാപങ്ങൾക്കൊടുവിൽ എന്ത് സംഭവിച്ചു? ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡ് തന്നെ അവരുടെ വസതിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ബലി അർപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ആർക്കുണ്ടായത്? നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായത് അല്ലേ. അതിനുശേഷം രാജ്യം ഒന്നാകെ, രാജ്യം എന്ന് പറയാ, ലോകം എന്ന് പറയാം, ഒന്നാകെ ഇന്ദിരാഗാന്ധിയുടെ മരണം കൊലപാതകത്തിന് ശേഷം സിഖ് കമ്മ്യൂണിറ്റിക്കെതിരെ തിരികെയും ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്നു? ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി വരുകയും അകാലിദളാണ് ഈ ഒരു കലാപങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് നമുക്ക് പറയാം. അകാലിദളിലെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ഹരിചന്ദ് സിംഗ് ലോങ്വാളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പുവിടുന്നു. ആ ഒരു എഗ്രിമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് രാജീവ് ഗാന്ധി ലോങ്വാൾ അക്കോർഡ്. ആ ഒരു അക്കോർഡോട് കൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തത്? ഒന്ന് അണഞ്ഞു തീർന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു കലാപവും പ്രശ്നങ്ങളും ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ളത്. അത് മാറിപ്പോകരുത്, കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് പഠിച്ചു വെക്കണം. ബിക്കോസ് നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് വരുന്നതാണ്. ഇത് ഇന്ത്യൻ ആർമി നടത്തിയത് ആണ് എന്നതുകൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളും ടോപ്പിക്കുകളും ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.